ഇടുക്കി തൊടുപുഴ മുതലക്കൊടത്ത് റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കൊടം സ്വദേശിയായ ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കലുങ്ക് നിർമ്മിക്കാൻ റോഡരികിലെടുത്ത കുഴിയിൽ വീണാണ് ജെയ്സിന് അപകടം സംഭവിച്ചത്. 1 മാസത്തിലേറെയായി ഈ കുഴി മൂടാതെ അപകടാവസ്ഥയിൽ തുടരുകയായിരുന്നു. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം ഉണ്ടായത്. പൊതുമരാമത്ത് വകുപ്പ് കലുങ്ക് നിർമ്മാണത്തിനായി ഇവിടെ പ്രവർത്തികൾ നടത്തിയിരുന്നു. അതിനുവേണ്ടിയെടുത്ത കുഴിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കുഴി മൂടണമെന്ന് പലപ്പോഴും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ജെയ്സ് അപകടത്തിൽപ്പെടുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 1 മാസമോ അതിലേറെയോ ആയി ഈ കുഴി എടുത്തിട്ട്. ഒരു സുരക്ഷാ വേലിയോ മുന്നറിയിപ്പ് ബോർഡോ ഇല്ലാതെ ഈ കുഴി അപകടാവസ്ഥയിൽ തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇത് ചൂണ്ടിക്കാണിച്ച് പലതവണ പരാതി നൽകിയിരുന്നു. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും യാതൊരു നടപടിയും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ ശക്തമായ ജനരോക്ഷം തന്നെ പുകയുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് യുവാവിനെ മരണം തട്ടിയെടുത്തത്. പലതവണ നാട്ടുകാർ ഈ കുഴി മൂടണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തികഞ്ഞ അനാസ്ഥയാണ് ഈ ഒരു സംഭവത്തിൽ അധികൃതർ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ സമരം നടത്തിയേക്കാം എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. സംഭവം അറിഞ്ഞതോടെ നാട്ടുകാർ രോഷാകുലരായി തെരുവിലിറങ്ങുകയായിരുന്നു. അവരുടെ ഓരോ വാക്കിലും തീവ്രമായ വേദനയും രോക്ഷവും നിറഞ്ഞിരുന്നു. 1 മാസമായി ഈ കുഴി മൂടാൻ പറഞ്ഞിട്ടും ആരും കേട്ടില്ലത്രേ. എത്ര തവണ അധികാരികളുടെ വാതിലിൽ മുട്ടിയിട്ടും ഫലമില്ലാതെ പോയ സങ്കട കഥകളാണ് ഓരോ നാട്ടുകാരനും പറയാനുള്ളത്. വിദേശത്തേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജെയ്സൺ. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. കലുങ്ക് നിർമ്മിക്കാൻ റോഡരികിൽ എടുത്ത കുഴിയിൽ വീണാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. പണി കഴിഞ്ഞ ഉടൻ തന്നെ കുഴി നികത്തേണ്ടതാണ്. എന്നാൽ അതിലാണ് അനാസ്ഥ വന്നിരിക്കുന്നത്. കുഴി മൂടാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എങ്കിലും മരണം സംഭവിച്ചിരുന്നു. അതേസമയം ഒരു മുന്നറിയിപ്പ് ബോർഡെങ്കിലും ഈ കുഴിക്ക് സമീപം വെച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതേസമയം ജെയ്സിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ PWD ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മേശപ്പുറത്ത് ഇവർ പൂച്ചട്ടി വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. അപകടമുണ്ടായ സ്ഥലം എത്രയും വേഗം സന്ദർശിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ സമരത്തിന് നേതൃത്വം നൽകും, UDF പ്രവർത്തകർ അറിയിച്ചു.